ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. ഈ അരിഞ്ഞുണങ്ങി പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, വേറെ ആരെയല്ല, നമ്മുടെ VVIP ആയ ഷീമാട്ടിയുടെ CEO ആയ ദ ക്വീൻ ഓഫ് സിൽക്സിൻ്റെ മിസ് ബീന കണ്ണനെ കാണാൻ പോവുകയാണ്. ഈ വർഷത്തെ കേളി പൊന്നോണം 2025 ബീന കണ്ണനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവരെ ഒരുക്കാനായിട്ട് എനിക്കും എൻ്റെ ടീമിനുമാണ് ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ടീം ഫോം ചെയ്ത് കാരണം ഒന്നിലധികം സെലിബ്രിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ടീം ഫോം ചെയ്തിട്ടാണ് ഇത് വർക്കിന് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന് ബീന കണ്ണനെ മീറ്റ് ചെയ്തു. 1.5 മണിക്കൂറോളം സംസാരിച്ചു. ഒരു വളരെ ബ്ലെസ്ഡ് മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ബീന മാമിനെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നേ. അടിപൊളി മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഒരു 1 hourന് മുകളിൽ ഞങ്ങൾ മീറ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇരുന്നു. മാമിൻ്റെ റൂമിൽ പോയിരുന്നു. മാം സാരി എല്ലാം കാണിച്ചു തന്നു. തേക്കാനുള്ള സാരികളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നു. അടിപൊളി കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ. സോ ലുക്കിംഗ് ഫോർവേഡ് ഡ്രേപ്പിംഗ് ഹർ ഇൻ ദീസ് കോസ്റ്റ്യൂംസ് ആൻഡ് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. മാം ഭയങ്കര ഒരു എന്താ പറയുക, വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എന്താ പറയുക, നല്ല ഒത്തിരി മിണ്ടി. ഞങ്ങളിങ്ങനെ കുറേ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആദ്യമൊരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കുടിക്കാനൊക്കെ നമുക്ക് കോക്കനട്ട് വാട്ടറൊക്കെ എടുത്തതെന്ന്. ഇറ്റ് വാസ് സോ സ്വീറ്റ്. ഐ മീൻ ലൈക്ക് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് നടത്തി തരുന്ന എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് ഈ ഒരു നിമിഷത്തിൽ. ആൻഡ് ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെ ഒരു വലിയ റയർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് ഒരു ലൈക്ക് NRI അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് കേരള മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പം നമുക്കങ്ങനെ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് കിട്ടുക. വൺസിൻ്റെ വയലൊക്കെയാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് എന്താ പറയുക, ദൈവത്തിനോടും ഇത് നടത്തി തന്ന ആളുകളോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആൻഡ് ഐ എം സോ എന്താ പറയുക, ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് ബീന മാം. സച്ച് എ പ്ലഷർ ആൻഡ് സച്ച് എ എന്താ പറയുക, ലക്കി ആൻഡ് ഗ്രേറ്റ് മൂമെൻറ്റ് അത്ര തന്നെ. ഓക്കെ, ഐ തോട്ട് ഐ വിൽ ഷെയർ ദിസ്. നമ്മൾ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ ചെറിയൊരു വീഡിയോ ഉള്ളൂ. അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കൊച്ചു വീഡിയോ ആണ് എടുത്തുള്ളൂ. ബട്ട് ഇനി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, മാമിനെ പോയി പ്രൈവറ്റായിട്ട് കണ്ടു, വേണ്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ഫോർ കമ്മിങ് സാറ്റർഡേ ആണ് നമ്മുടെ ഇവൻറ്റ്. സോ വിൽ ബി സ്റ്റാർട്ടിങ് ഇൻ ഏർലി മോർണിംഗ്. സോ ലെറ്റ്സ് സീ. ഐ എം റിയലി എക്സൈറ്റഡ്. അങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റോടെ അന്നത്തെ ദിവസം തീർന്നു കേട്ടോ. നല്ല ഒരു ദിവസമായിരുന്നു എനിക്ക്. അങ്ങനെ ഇതാ 13th of September വന്നെത്തിയിരിക്കുകയാണ്. ഇന്നാണ് കേളി പൊന്നോണം. നമുക്ക് സെലിബ്രിറ്റീസിനെയൊക്കെ റെഡിയാക്കേണ്ട ദിവസമാണ് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഞാൻ എൻ്റെ സ്കിൻ റൂട്ടീനിലേക്ക് കയറി. വലിയ സംഭവങ്ങളൊന്നുമില്ല. വിഷിയുടെ ഐ സീറം ആദ്യം അപ്ലൈ ചെയ്തു. ഇത് സാധാ വിഷിയുടെ സീറമാണ്. ഇതാണ് വർഷങ്ങളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ മസാജ് എല്ലാം കൊടുത്ത് നമ്മൾ പിന്നെ എൻ്റെ സ്കിൻ ക്രീം ഞാൻ യൂസ് ചെയ്തു. അതും വിഷിയുടെ ആൻറ്റി ഏജ് ആൻറ്റി പിഗ്മെൻറ്റേഷൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആൻറ്റി ഏജ് സ്റ്റാർട്ട് ചെയ്താലേ നമ്മുടെ സ്കിന്നിന് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഒരു ലുക്കിന് നമ്മൾ അടുത്തതായിട്ട് വരാൻ പോകുന്ന ട്രാൻസിഷനാണ് ഈ ഒരു ലുക്കിലായിട്ട്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ആക്ച്വലി ഫുൾ ഡേക്കുള്ളതാണ്. നമുക്ക് ഇടയ്ക്ക് എനിക്ക് വന്ന് ഒരുങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മുഖം ഹെയർ ഇങ്ങനെ തന്നെ സ്റ്റേ ചെയ്യും. ഡ്രസ്സ് മാത്രം ഒരു ഡ്രസ് ചെക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ തർമിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തർമിനിയാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ സൂരജ് സിറ്റിയിലാണ് മാമിൻ്റെ ഹോട്ടൽ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ മാൻഡറിൻസ് ഓറിയൻ്റൽ സവോയ് ഹോട്ടലിൽ വന്നെത്തി. മാമിൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂമാണ് ഇത്. കിടുക്കാച്ചി സെറ്റ് കൊണ്ടാണ്. എൻ്റെ പൊന്നോ, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ വൈബ്രൻറ്റ് കളേഴ്സ് കണ്ട് എന്ത് ഭംഗിയായാലേ. അത് മാമിൻ്റെ ആ ഒരു ഡിസൈനിങ്, ആ ഒരു അങ്ങനെ അല്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടുള്ളൂ അല്ലേ. അങ്ങനെ നമ്മളെല്ലാം സെറ്റാണ്, നമ്മൾ റെഡിയാണ്. മാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയേക്കുമായിരുന്നു. മാം വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് റൂമിൽ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ വീഡിയോ അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കെട്ടിയവനും മക്കളും എന്നെ വന്ന് വിളിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് ഒരൊറ്റ ഒരുക്കം കേളി പൊന്നോണം 2025 വന്ന് സദ്യ കഴിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. എല്ലാ വർഷത്തെ പോലെയും കേളിയുടെ സദ്യ ഒന്നും പറയാനില്ല, സൂപ്പർ ഹിറ്റാണ്. ഐ തിങ്ക് സ്വിസ്സിൽ ഏറ്റവും ബെസ്റ്റ് ഓണസദ്യ കൊടുക്കുന്നത് നമ്മുടെ കേളി തന്നെയാണ്. അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞ് ഫ്രണ്ട്സിനെല്ലാം മീറ്റ് ചെയ്ത് കുറേ പേരോട് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം എല്ലാം സൊറ പറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത വർക്കിന് പോവുകയാണ്. അടുത്തത് ഞാൻ പോകുന്നത് രഞ്ജിനി ഹരിദാസിൻ്റെ അടുത്തേക്കാണ്. രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു കിടുക്കാച്ചി ആങ്കറാണ്. ഞാൻ ചെറുപ്പം മുതലേ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റിയാണ് പുള്ളിക്കാരത്തി. അങ്ങനെ പുള്ളിക്കാരത്തി നമ്മൾ സാരി ഡ്രേപ്പിങ്ങും പിന്നെ ഹെയറും അതുപോലെ മേക്കപ്പിൻ്റെ ടച്ചപ്പും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കുന്ന ഒരു സീനാണ് കേട്ടോ. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം
ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്ത് ജീവിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് സെലിബ്രിറ്റീസിന് ഒരുക്കാൻ കിട്ടുന്ന ചാൻസസ് വളരെ റെയറാണ്. അതിനുശേഷം ഞാൻ അടുത്ത ഹോട്ടൽ റൂമിൽ പോയി മിസ്റ്റർ വിഷ്ണു റെഡ്ഡി, അതായത് ബീന മാമിൻ്റെ മോനെ ഒരുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മോനെയും ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് പുള്ളിക്കാരനെ ഒന്ന് സെറ്റാക്കി ആദ്യം മേക്കപ്പൊക്കെ ചെയ്ത് ലൈറ്റ് വളരെ സട്ടിൽ മേക്കപ്പാണ്. പുള്ളിക്കാരനും സ്റ്റേജിൽ ഒരു ഇത് കയറുന്നുണ്ട്, അപ്പം സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള ഒരു സട്ടിൽ മേക്കപ്പ്. അതിനുശേഷം ഹെയർ കൂടിയും ചെയ്ത് കഴിഞ്ഞ് ഈ പാരലായിട്ട് ബീന മാമിൻ്റെ സെക്കൻഡ് ലുക്കിൻ്റെ പ്രിപ്പറേഷൻ പോവുകയാണ്. അതിനെൻ്റെ കൂട്ടുകാരിയും സഹായിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയാണ്. From Kerala, you've taken the world of silk, the world of saris to a new level. But today, because you are in Switzerland, you have a surprise for them, Ellen. Yes, she has a surprise for all of you. Today, before we move on to the surprise, I want to ask you a few things, okay? ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ ഒരുക്കിയ സെലിബ്രിറ്റീസ് നമ്മൾ സ്റ്റേജിൽ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ ഒരു അടിപൊളി ടീം വർക്കിന് വേണ്ടി എൻ്റെ കൂടെ നിന്ന തർമ്മിനിയോടും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. അതുപോലെ ഗോൾഡൻ ഇവൻറ്റ്സ് നോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം അവരാണ് എന്നെ ഇതിന് വിളിച്ചത്. അങ്ങനെ ഞാനൊരു ടീം ഫോം ചെയ്തിട്ടാണ് പോയത്. ഇതിന് ശേഷം എൻ്റെ കുഞ്ഞു മക്കളെ, അതായത് എൻ്റെ മോളും കെട്ടിയവനും മകനും ഉൾപ്പെടെ എൻ്റെ കുഞ്ഞു മക്കളെ ഒരുക്കാൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ അതും ചെയ്തു. ബാക്ക് സ്റ്റേജിൽ ഇവരുടെ അടിപൊളി പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ പേരെ ഒരുക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഇവിടെയും കിട്ടി എനിക്ക്. എൻ്റെ മോളുടെ ഗ്രൂപ്പിനെയും ഒരുക്കി. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെയും എല്ലാവരെയും ഒന്ന് ഒരുക്കി വിട്ടു. ഇതും ഒരു അടിപൊളി എഫക്റ്റാണ് കേട്ടോ, ഒരു അടിപൊളി മൊമെൻ്റാണ്. ബിക്കോസ് ഇത്രയും പേര് ഞങ്ങളുടെ ഒരു റൂമിൽ ഒരു ഒത്തൊരുമയോടെ നമ്മൾ ഒരുങ്ങുന്നു, ചെയ്യുന്നു. അതൊരു പ്രത്യേക ഒരു രസമാണ്. ആളുകളായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇൻട്രാക്ട് ചെയ്യുന്നു, തമാശകൾ പറയുന്നു, സംസാരിക്കുന്നു. ഈ ഒരു ഇതിന് സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഒരു ഗുഡ് സ്ട്രെസ്സായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ എൻജോയ് ചെയ്യുന്നൊരു സ്ട്രെസ്സാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ സ്റ്റേജിൽ പെർഫോമൻസ് കൂടി കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുകൊണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ മെയിൻ ആക്ടേഴ്സ്. കുറച്ച് പേരോട് മിസ്സിംഗ് ആണ്, ബട്ട് കിട്ടിയവരെ വെച്ചിട്ട് ചെറിയ വീഡിയോ ഒക്കെ പിടിച്ചു. ഇതാണ് സ്റ്റേജിലെ ജെൻസിൻ്റെ ഒരു കുഞ്ഞ് പെർഫോമൻസ്. അതുപോലെ മറ്റുള്ളവരെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അവർ സൂപ്പറായിട്ട് ചെയ്തു. കൊറിയോഗ്രാഫി ചെയ്ത് ഈ പ്രാവശ്യം ജോർജ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അങ്ങനെ ഇത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. 160-170 പാർട്ടിസിപ്പൻസോളം പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രോഗ്രാമായിരുന്നു. അതിനുശേഷം ശ്വേത മോഹൻ്റെയും ഹരിചരൻ്റെയും കോൺസെർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അതും അടിച്ചു പൊളിച്ച് രാത്രി ഏകദേശം ഒരു 11 മണിയായതോടെ എൻ്റെ ദിവസം ഞാൻ വൈൻഡപ്പ് ചെയ്തു. മടുത്തു, ഇടപാട് തീർന്നു. പക്ഷേ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.